എപ്പിസോഡിന്റെ ആരംഭത്തിൽ മുന്തിരി പള്ളിയിൽ ഒരു ഹുഡിയൊക്കെ ധരിച്ച് അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പള്ളിയിൽ അച്ഛനോട് പ്രാർത്ഥിച്ച എല്ലാ തെറ്റും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പള്ളിയിൽ അച്ഛൻ പറയും ആ പറ്റും, ഏത് തെറ്റുവാണെങ്കിലും പ്രാർത്ഥിച്ചാൽ മാറ്റിയെടുക്കാന്ന്. എന്നിട്ട് മുന്തിരിയോട് നീ ചെയ്ത തെറ്റേതാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തെന്നേ മുന്തിരി പറയുന്നുള്ളൂ. എന്ത് തെറ്റാന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോയിൻ അടുക്കളയിൽ നിന്ന് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ചോറ് വെച്ചിട്ടുള്ള എന്തും കണ്ടാണ്. അങ്ങോട്ട് തന്നെ മുടിയെത്തി വന്ന് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പലഹാരമല്ലേ ഉണ്ടാക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയോന്ന്. എന്നാൽ ഹീറോയിൻ പറയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും മാറിയിട്ടില്ല, എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കള്ളം പറയാണ്. എന്നാൽ ഹീറോന്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹീറോയ്ക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഹീറോ അത് കഴിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഹീറോയിൻ ദേഷ്യപ്പെട്ട് ആ പലഹാരം തിരിച്ച് തട്ടി വെക്കുകയാണ്. മുടിയെത്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, മുടിയെത്തി ഇതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട് മുന്തിരിക്ക് ഇവിടെ കുറച്ച് വെച്ചേക്കണേ, അവൾക്കും വേണമെന്ന്. ഈ നേരം മുന്തിരി സ്റ്റോർ റൂമിൽ പേടിച്ചിരിക്കുകയാണ്. അവള് മറ്റേ കാര്യമാണ് ആലോചിക്കുന്നത്. അവള് ഫൂമിൽ പോയപ്പം ഒരാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചില്ലേ, എന്തിനാന്ന് അവൾക്ക് പോലും അറിയത്തില്ല. അയാളെ കൊല്ലാതെ കഴുത്തിൽ നിന്ന് പതിയെ കൈയടിപ്പിച്ചത് ഹീറോയായിരുന്നു. പക്ഷെ അവൾക്ക് അറിയത്തില്ല എന്തിനാണ് അയാളുടെ കഴുത്തിന് പിടിച്ചത് എന്നുള്ള ഒരു കാര്യം. അയാളെ കണ്ടതോടെ അവളുടെ ഭാവത്തിലെല്ലാം ഒരു വ്യത്യാസം വന്ന് അവളല്ലാതെ മാറിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമുക്കിനി പോകുമ്പോൾ മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ പള്ളിയിൽ വരുന്നുണ്ട്. എന്നിട്ട് പള്ളിയിൽ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ പ്രാർത്ഥന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ആ ബൈബിളിൽ മൊത്തം പറയുന്നത് ഭാര്യ ഭർത്താവിന് കടപ്പെട്ടിരിക്കണമെന്നാണ്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പള്ളിയിൽ അച്ഛനോട് ഭർത്താവ് ഭാര്യയോട് കടപ്പെടുന്ന വല്ല വചനങ്ങളും ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ പള്ളിയിൽ അച്ഛന് മനസ്സിലായി ഹീറോയിനും തമ്മിൽ വഴക്കായി എന്നുള്ള കാര്യം. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കായി എന്ന് ചോദിച്ച് അടുത്ത് ചെല്ലുകയാണ്. എന്നാൽ ഹീറോയിൻ ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് അടുത്ത ചോറും കറിയും വെക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പം ഹീറോയിൻ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയില്ലായിരുന്നോ കഴിഞ്ഞ എപ്പിസോഡിൽ, സമയം പോവാൻ വേണ്ടിയിട്ട്. അത് പുളിച്ചിട്ട് അത് ആൽക്കഹോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ അങ്ങനെ ആവത്തില്ലായിരുന്നു. അതിനകത്ത് ഈസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അത് ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഇത് കുടിച്ചാലോ എന്ന് പള്ളിയിലച്ഛനോട് ചോദിക്കുമ്പോൾ പള്ളിയിലച്ഛൻ മൈനറാണ്, 5 വയസ്സേ ഉള്ളൂ. അത് ഹീറോയിന് ഓർമ്മ വരുവാണ്. നീ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ പള്ളിയിലച്ഛൻ പറയാ അല്ല ഞാൻ അഡൾട്ടാ, എനിക്ക് നല്ല പ്രായമുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. എന്നാൽ ഹീറോയിൻ പറയാണ് എനിക്കറിയാം എല്ലാ ആൺകുട്ടികളും കുട്ടികളാണെന്ന്, അവരുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ടെന്ന്. ഇതും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. പള്ളിയിലച്ഛൻ ഉറപ്പായി ഹീറോയും തമ്മിൽ അടിയായെന്നുള്ള കാര്യം. ഈ നേരം മുന്തിരിയും ഹീറോയും ഭൂമിയിൽ പോയിട്ട് സ്വർഗത്തിൽ തിരിച്ചു വന്ന് അവിടുത്തെ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ആ നേരം മുന്തിരിക്ക് ആകെ പേടിയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം അവൾ ആരാണ്, അവൾ എന്തിനാണ് നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടത്, മറ്റേ മനുഷ്യൻ ആരാണ് എന്നൊക്കെ ഉള്ള ചോദ്യം അവളുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അവളൊരു മോശപ്പെട്ട സ്ത്രീ ആയിരിക്കും എന്നുള്ള ഒരു പേടിയും അവളുടെ ഉള്ളിലുണ്ട്. അത് ഹീറോനോട് ചോദിക്കുകയാണ്. എന്നാൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ അവൾ മറന്നുപോയ മെമ്മറി എല്ലാം തിരിച്ചു കൊണ്ടുവരണം, അതേ ഉള്ളൊരു വഴി. അതുപോലെ തന്നെ മുന്തിരി പറയുന്നുണ്ട് ഞാൻ ഇനി ഒരു മോശപ്പെട്ട സ്ത്രീ ആണെങ്കിൽ എന്റെ മെമ്മറി എല്ലാം തിരിച്ചു കിട്ടിയ ശേഷം എന്നെ നരകത്തിലോട്ട് നിങ്ങൾക്ക് പറഞ്ഞു വിടാന്ന് ഹീറോനോട് പറയുന്നുണ്ട്. അതുപോലെ ഹീറോനോട് നന്ദിയും പറയുന്നുണ്ട്. കാരണം ഹീറോ ഒരുപാട് സഹായിക്കുന്നില്ലേ അവളുടെ മെമ്മറി എല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പക്ഷെ ഹീറോയ്ക്ക് പോലും അറിയത്തില്ല ഹീറോ എന്തിനാണ് മുന്തിരിയെ സഹായിച്ച എന്നുള്ള കാര്യം. അവൻ എല്ലാ ദിവസവും ട്രെയിനിൽ പോകുമ്പം ഓരോ ആൾക്കാരായിട്ട് നരകത്തിലോട്ട് പോവാറുണ്ട്. അവൻ ആരെയും പിടിച്ചു നിർത്താനോ സഹായിക്കാനോ പോവാറില്ല. എന്നാൽ മുന്തിരിയെ കണ്ട ദിവസം ഹീറോ അവളെ സഹായിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അവന് പോലും അറിയത്തില്ല. അത് അവൻ മുന്തിരിയോട് പറയുന്നുണ്ട്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്കില്ലേ. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയും മുന്തിരിയും വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും കാത്തിട്ട് ഹീറോയിൻ പുറത്ത് നിൽപ്പുണ്ട്. അവര് വന്ന ഉടനെ ഹീറോയിൻ ചോദിക്കുന്നത് നിങ്ങൾ ഫുഡ് കഴിച്ചോ മനുഷ്യ എന്നാണ്. എന്നാൽ ഹീറോ പറയാണ് ഞാൻ കഴിച്ചെന്ന്. അപ്പൊ ഹീറോയിൻ പറയും നിങ്ങളുടെ അമ്മയുടെ കൂടാണോ കഴിച്ചതെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരും. മുന്തിരി ഇതൊന്നും കാണാൻ നിൽക്കാതെ അകത്ത് കയറി പോകുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഒരു ബെഞ്ചിൽ പോയിരുന്ന് ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇതെല്ലാം കേട്ടോണ്ട് അല്ലെങ്കിൽ കണ്ടോണ്ട് മുന്തിരിയും മുടിയെത്തിയും വീടിന്റെ അകത്തുണ്ട്. മുടിയെത്തി പണ്ട് കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നതാണ് അവൾ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല എന്ന്. കാരണം മുടിയെത്തിയുടെ അച്ഛനും അമ്മയും മോശപ്പെട്ട ആൾക്കാരായിരുന്നു. മോശപ്പെട്ടെന്ന് പറയാ വീട്ടിൽ വഴക്കുണ്ടാക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ മുടിയെത്തി ഇവർ രണ്ടുപേരും കണ്ട ശേഷമാണ് കല്യാണം കഴിക്കണം, വലുതായ ശേഷം നല്ലൊരു ഭർത്താവിനെ കണ്ടെത്തണമെന്ന് തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ മുടിയെത്തിക്ക് പോലും ഉറപ്പില്ല അവളുടെ ജീവിതം നന്നായിട്ട് വരുമോ. ഇതുവരെ വഴക്കുണ്ടാക്കാത്ത രണ്ടുപേര് വരെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇത് മുന്തിരിയോട് പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. മുന്തിരി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഹീറോ ജോലിക്ക് പോകാൻ റെഡി ആവുകയാണ്. ഹീറോന്റെ മറ്റേ കൈ തൂക്കിയിടുന്ന വാച്ച് അവൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. കുളിക്കാൻ നേരത്ത് മാറ്റി വെച്ചാണ്. അത് മുന്തിരിയാണ് എടുത്തോണ്ട് പോയി കൊടുക്കുന്നത്. ഇത് കണ്ടോണ്ട് ഹീറോയിനും മുടിയെത്തിയുണ്ട്. മുടിയെത്തി ഹീറോനെ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അതുപോലെ മുന്തിരിയെ. ഹീറോയിൻ ഇതും കേട്ട് നേരെ ഹീറോന്റെ റൂമിൽ കയറി അവന്റെ ഡ്രസ്സ് എടുക്കാൻ ചെല്ലുകയാണ്. കഴുകാനായിട്ടേ അഴുക്കായി കിടക്കുന്ന ഡ്രസ്സ്. എന്നാൽ ഹീറോയിന് മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാ പിന്നെ മുന്തിരിയോട് പറയണം അവള് വാച്ച് എടുത്തോണ്ട് കൊടുത്തെങ്കിൽ ഡ്രസ്സ് കൂടെ കഴുകാൻ അവളടുത്ത് പറയണമെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പുറത്തു വരുമ്പോൾ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. മുടിയെത്തിയായിട്ട് പോരുന്ന് സംസാരിക്കുകയാണ്. മുടിയെത്തി പറയാണ് ഇന്ന് വാച്ച് മുന്തിരിയാണ് എടുത്തോണ്ട് പോയി കൊടുത്തത്, സാധാരണ എല്ലാ ദിവസവും നിങ്ങളല്ലേ എടുത്തോണ്ട് കൊടുക്കുന്നതെന്ന്. എന്നാൽ
എന്നാൽ ഹീറോയിൻ എനിക്ക് അതിൽ അസൂയൊന്നുമില്ല, അവൻ ഒരുപാട് പേര് കെയർ ചെയ്യാനുണ്ടല്ലോ, എനിക്ക് അതിൽ ഒരു അസൂയില്ലെന്ന് പറയുകയാണ്. എന്നാൽ ഹീറോയിന് മനസ്സിലൊരു ജലസുണ്ട്. ഈ നേരം ഹീറോയും മുന്തിരിയും ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലുള്ള ബാക്കി പോസ്റ്റ്മാൻ എല്ലാം മുന്തിരിയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് മുന്തിരി ഇരിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ കൂടെ ഇല്ലേ, അവരൊക്കെ എന്റെ കോവർക്കേഴ്സ് ആണ്, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഭൂമിയിൽ മുന്തിരി ഒരു കുട്ടിയുടെ കളിപ്പാട്ടം തറയിൽ പോയായിരുന്നു. അത് എടുത്തു കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൾ ഒരു ആത്മാവാണ്. പതിയെ അവൾ എടുക്കുമ്പോൾ അതിപ്പോ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഹീറോന്റെ വാച്ച് ഉണ്ട്. ഹീറോ അവളുടെ തോളിൽ കൈ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് അത് എടുക്കാൻ പറ്റുന്നത്. അതെടുത്ത് കുട്ടിക്ക് കൊടുത്തിട്ട് അവനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മുന്തിരിക്ക് മനസ്സിലാവുന്നത് അവൻ തോളിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഈ കളിപ്പാട്ടം എടുത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ കയ്യിലുണ്ടല്ലോ മുന്തിരിയുടെ കൈ ഒന്ന് ടച്ച് ആയിരുന്നു. ആ സമയം അവൾക്ക് എന്തോ വിഷമം പോലെ അവൾ അവിടെ ഇരുന്ന് തന്നെ പൊട്ടിക്കരയാണ്. ഇത് കാണുന്ന ഹീറോയ്ക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം നമ്മുടെ ഹീറോയിനും പള്ളിയിലച്ഛനും കൂടെ ഫുഡ് കുക്ക് ചെയ്യാണ്. അവിടെ തന്നെ അന്ന് ഹീറോയിൻ ഉണ്ടാക്കിയ ഒരു ഡെസേർട്ട് ഇല്ലേ, അത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഹീറോയിന്റെ കൂടെ വഴക്കുണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു വിഷമവും ദേഷ്യമൊക്കെ ഉള്ളിലുണ്ട്. കുറെ ഗ്ലാസ് എടുത്ത് കുടിയാണ്. അവസാനം കിണ്ടിയായി അവിടെ പോയി കിടക്കുകയാണ്. ഇവരുണ്ടാക്കുന്നതാണെങ്കിൽ ഒരു കേക്കാണ്. അത് പാകമായോന്ന് പള്ളിയിലച്ഛന് നോക്കാൻ അറിയത്തില്ല. ഹീറോയിൻ കട്ടിലിൽ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഉറങ്ങല്ലേ, ഇത് കരിഞ്ഞു പോയതൊന്ന് നോക്കിയിട്ട് ഉറങ്ങിയാൽ മതിയെന്ന്. എന്നാൽ ഹീറോയിൻ എന്ത് ചെയ്യാനാ, അടിച്ച് കിണ്ടിയായി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ ഇത് കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാന്നൊക്കെ പള്ളിയിലച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പള്ളിയിലച്ഛൻ എടുത്ത് കുടിക്കുമെന്ന് അറിയത്തില്ല. ഹീറോയിൻ ഉറങ്ങിയ ശേഷം പള്ളിയിലച്ഛൻ ആ കേക്ക് അങ്ങനെ നോക്കി നിൽക്കാണ്. ഡബിൾ ബോയിൽ ചെയ്യാണ്. ഈ സമയം ഭൂമിയിൽ മുന്തിരി കരഞ്ഞുകൊണ്ട് തന്നെ മുന്തിരിയെ ഒരു സ്ഥലത്ത് വിളിച്ചുകൊണ്ടിരുത്തി ഹീറോ ആശ്വസിപ്പിക്കുകയാണ്. ഹീറോയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല അവൻ എന്തിനാണ് ആ പെൺകുട്ടിയെ സഹായിച്ചെന്നുള്ള കാര്യം. ട്രെയിനിൽ അവൾ നരകത്തിൽ പോകാൻ നേരത്ത് അവനൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവളെ ചെന്ന് പിടിച്ചു വെച്ച്. എന്താന്ന് അവൻ അറിയത്തില്ല. ആ സംശയം അവളോട് വീണ്ടും പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അടുത്ത സീനിൽ പ്രസിഡന്റ് റൂമിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് മുടിയെത്തി കയറി വന്നിട്ടുണ്ട്. മുടിയെത്തി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കയറി വന്നിരിക്കുന്നത്. എന്നിട്ട് പ്രസിഡന്റിന്റെ മുമ്പിൽ ഒരു റേഡിയോയും കൊണ്ടുവച്ച് പാട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. എന്നാലും പ്രസിഡന്റിനുണ്ടോ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നത്? പ്രസിഡന്റ് പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പ്രസിഡന്റിന്റെ അടുത്തൊക്കെ വന്ന് ദേഹത്തൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പ്രസിഡന്റ് പറയുകയാണ്, ഇനി നീ എന്റെ ദേഹത്ത് പിടിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് മായ്ച്ചു കളയും, മര്യാദയ്ക്ക് മാറി നിൽക്കി പെണ്ണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. എന്നാൽ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും വീണ്ടും പ്രസിഡന്റിനെ ചെന്ന് പിടിക്കുകയാണ്. ദേഹത്തൊക്കെ ചാടി കയറാൻ നോക്കുന്നുണ്ട്. അതായത് മുടിയത്തിക്ക് പ്രസിഡന്റിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെ വളച്ചെടുക്കാൻ നോക്കുകയാണ്. എന്നാൽ പ്രസിഡന്റ് വളയുന്നില്ല. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലച്ഛനും അവിടെ ഇരിക്കുന്നുണ്ട്. കേക്ക് റെഡിയായെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ സൈഡിൽ തന്നെ ആ ലിക്കർ ഇരിപ്പുണ്ട്. അതായത് ഉണ്ടാക്കിയ വൈൻ. അതിനെടുത്ത് മണപ്പിച്ച് നോക്കുകയാണ്. ഇത് കുടിച്ചാൽ ഇത്രയും കിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അത് കുടിച്ചോ മണച്ചോ എന്തൊക്കെയോ ചെയ്ത് നോക്കുകയാണ്. പിന്നീട് ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അതായത് കേക്ക് കരിയുന്നതിന്റെ മണം അടിച്ചിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ കേക്ക് കരിഞ്ഞിട്ടില്ല, ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഹീറോയിന്റെ കേക്കൊക്കെ ഇപ്പൊ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഹീറോയിൻ നോക്കുമ്പോൾ പള്ളിയിലച്ഛനെ കാണാനില്ല. പുറത്തുനിന്ന് ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ പള്ളിയിലച്ഛൻ അടിച്ച് കിണ്ടിയായിട്ട് അവിടെ നടന്ന് സൈക്കിൾ ഔട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിൻ പള്ളിയിലച്ഛനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ എവിടെ പിടിക്കാൻ പറ്റും? പള്ളിയിലച്ഛൻ കുടിച്ച് കിണ്ടിയായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടുകയാണ്. ലാസ്റ്റ് എങ്ങോട്ടോ ഓടി പോകുന്നുണ്ട്. പള്ളിയിലച്ഛൻ നേരെ ചെല്ലുന്നത് ഒരു റോഡിലാണ്. ആ റോഡിൽ ഒരു സൈക്കിളിന്റെ സിമ്പൽ വരച്ചു വെച്ചിട്ടുണ്ട് റോഡിന്റെ താഴെ. അത് കാണുന്ന പള്ളിയിലച്ഛൻ, എനിക്ക് ഇതുവരെ സൈക്കിൾ ഓട്ടാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് അതിനകത്ത് കയറി അങ്ങ് കിടക്കാണ് റോഡിൽ. എന്നിട്ട് അവിടെ കിടന്ന് സൈക്കിൾ ഔട്ടാണ്. ഞാൻ ഇന്ന് ഒളിമ്പിക്സിൽ ഫസ്റ്റ് അടിക്കുമെന്ന് പറഞ്ഞിട്ട്. 5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുടിച്ചു കഴിഞ്ഞിട്ട്. ഹീറോയിൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹീറോയിൻ നോക്കുമ്പോൾ പള്ളിയിലച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ സൈക്കിൾ ഔട്ടാണ്. പള്ളിയിലച്ഛൻ ഹീറോയിനെ കണ്ടുടനെ ബാ സൈക്കിൾ കയറ്, നമുക്ക് ഇന്ന് ഫസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് സൈക്കിളിൽ കയറ്റുകയാണ്. ഹീറോയിൻ മടിയൊന്നും കൂടാതെ തന്നെ പള്ളിയിലച്ഛന്റെ സൈക്കിളിൽ കയറുന്നുണ്ട്. കാരണം എന്താണ്, പള്ളിയിലച്ഛൻ പാവമാണ്, ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ അവനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും സൈക്കിളിൽ കയറിയത്. അങ്ങനെ രണ്ടുപേരും കൂടെ സൈക്കിൾ ഓട്ടി ഒളിമ്പിക്സിൽ ഫസ്റ്റ് അടിക്കുകയാണ്. ഈ സൈക്കിൾ ഓടുന്ന സമയത്ത് അവിടെ കിടന്ന് വിളിച്ച് കൂവുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ നോയിസ് പൊല്യൂഷൻ ആണ്. സ്വർഗത്തിൽ നോയിസ് പൊല്യൂഷൻ പാടില്ല. നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കിയോണ്ട് തന്നെ രണ്ടുപേരെയും ഹെവൻ സപ്പോർട്ട് സെന്ററിൽ കൊണ്ടുവന്നേക്കാണ് കുടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ. പക്ഷേ വലിയ പണിഷ്മെന്റ് ഒന്നുമില്ല, ഒരു ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതി. എന്നാലും രണ്ടുപേരും കുടിച്ച് കിണ്ടിയായിട്ടിരിക്കുകയാണ്. ഹീറോയിന് അത്യാവശ്യം കിക്ക് മാറിയതേ ഉള്ളൂ, എന്നാലും കിണ്ടിയാണ്. ആ നേരമാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഹീറോ വരുമ്പോഴേ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. ഹീറോയിൻ മറന്നുപോയി അവർ തമ്മിലുള്ള പ്രശ്നേ ഹീറോന്റെ അടുത്ത് വന്ന് പൂരിപ്പിച്ച് തരാൻ പറയാണ്. അപ്പോഴാണ് ഹീറോയിനും ഓർമ്മ വരുന്നത് ഇവര് തമ്മിൽ പ്രശ്നമാണെന്ന്. രണ്ടുപേരും മാറി നിൽക്കുകയാണ്. പിന്നീട് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ഹീറോ വീട്ടിൽ പോവാണ്. മറ്റേ പള്ളിയിൽ അച്ഛനെ കിക്ക് വിട്ട ശേഷം ഹെവൻ സപ്പോർട്ട് സെന്ററിലെ ആൾക്കാർ തന്നെ പള്ളിയിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ പോകുന്ന വഴിക്ക് തന്നെ ആടിയാണ് കേട്ടോ പോകുന്നത്. ഹീറോ പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നുണ്ട്, വീഴാൻ പോകുന്നുണ്ട്. ഹീറോ താങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെ കലക്കി കൊടുത്ത് കിക്ക് കളയാൻ നോക്കുന്നുണ്ട്. കുറച്ചൊക്കെ ബോധം വീണിട്ടുണ്ട്. അവിടെ ഇരുന്ന് തന്നെ ഹീറോയിന്റെ പാസ്റ്റ് വിളിച്ച് പറയാൻ തുടങ്ങുകയാണ്. ഹീറോയിൻ ആദ്യമായിട്ട് കുടിച്ചു തുടങ്ങിയത് എന്താണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ ശേഷമാണ്. അമ്മായിയമ്മ ഹീറോയിനെ വാക്കുകൾ കൊണ്ട് കുത്തി വേദനിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മറക്കാനായിട്ട് കല്യാണം കഴിഞ്ഞ
ശേഷം കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയസ്സായതിനു ശേഷം ഈ കളക്ഷൻ ജോലിയില്ലേ, പൈസ കളക്ട് ചെയ്യുന്ന ആൾക്കാരെ അതും ഇതും പറയും മീൻ വെള്ളം കോരി ഒഴിക്കും. ഈ മീൻ വെള്ളമൊക്കെ കോരി ഒഴിച്ചാല് ദിവസങ്ങളോളം അതിന്റെ മണം ദേഹത്തു നിന്ന് പോകത്തില്ല. ഈ വിഷമങ്ങളൊക്കെ മാറാനായിട്ട് ഹീറോയിൻ കുടിക്കാറുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ബോധമില്ലാതെ ഹീറോന്റെ അടുത്ത് വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ബോധം കെട്ട് അവന്റെ തോളിൽ തന്നെ ചാരിക്കിടക്കാണ്. ഹീറോ എന്ത് ചെയ്യാനാണ്? ഹീറോനെ നോക്കാനായിട്ട് ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ച് ഹീറോയ്ക്ക് തന്നെ കുറ്റബോധം അടിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഹീറോ, മുന്തിരി, പിന്നെ മുടിയെത്തി അവരെല്ലാരും കൂടെ അടുക്കളയിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്. ഹീറോയിന്റെ പണക്കൊക്കെ മാറ്റാനായിട്ട് ഹീറോയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് മുടിയെത്തി, മുന്തിരിയുണ്ട്. പക്ഷെ ഇവരുണ്ടാകുന്ന ഫുഡൊന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. ഹീറോയിൻ വന്നിട്ടാണ് ബാക്കി ഫുഡ് പാചകം ചെയ്യുന്നത്. ഇവരുണ്ടാക്കി എന്തായാലും ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഹീറോയിനാണ് വന്ന് കുക്ക് ചെയ്യുന്നത്, മാറ് പിള്ളേരെ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഹീറോയും ഹീറോയിനിൽ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇവര് തമ്മിലുള്ള പ്രശ്നമൊക്കെ അവർ പറഞ്ഞു തീർക്കുകയാണ്. പിന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, ഞാൻ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി അമ്മേനെ കാണാൻ ചെല്ലുമെന്ന്. എന്നാൽ ഹീറോയ്ക്ക് പോലും അറിയത്തില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് അറിയാമോ? അതുപോലെ ഹീറോയിൻ അമ്മയെ കാണാൻ പോകുമെന്ന് പറഞ്ഞപ്പം ഹീറോയിന്റെ അടുത്ത് അമ്മ പറഞ്ഞില്ലായിരുന്നു, ഇനി ഞാൻ നിങ്ങളെയും കാണാൻ വരത്തില്ല, നിങ്ങൾ എന്നെയും കാണാൻ വരല്ലേ, നിന്റെ ഭാര്യനെ നന്നായിട്ട് നോക്കിക്കണമെന്ന്. ഈ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇത് ഹീറോയിനോട് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, എനിക്ക് അമ്മേനെ കണ്ട് സോറി പറയണമെന്ന് പറയും. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി നേരെ അമ്മയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പം അമ്മ വീട്ടിലെ ഫർണിച്ചറും സാധനങ്ങളൊക്കെ അയൽക്കാർക്ക് പറക്കി കൊടുക്കുന്നുണ്ട്. എന്തിനാന്നറിയത്തില്ല. അങ്ങനെ അമ്മയായിട്ട് പോയിരുന്ന് സംസാരിക്കുകയാണ്. അമ്മയ്ക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, ദേഷ്യത്തിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പണ്ട് ചെയ്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ അമ്മായി അമ്മയ്ക്ക് ഒരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഈ കുറ്റമൊക്കെ മറക്കാനായിട്ട് അമ്മ വീണ്ടും ഭൂമിയിലോട്ട് തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഹീറോയിനോട് പറയാണ്. എന്നാൽ ഹീറോ ഇതിന് സമ്മതിക്കുമെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുകയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് അമ്മ പറയുന്നുണ്ട്. ഈ അമ്മയാണെങ്കിൽ ഭൂമിയിൽ വീണ്ടും ജനിക്കാൻ പോവാണ്. ആ ഒരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. അടുത്ത സീനിൽ ഹെവൻ സപ്പോർട്ട് സെന്ററിലെ സ്റ്റാഫ് പള്ളിയിലച്ഛനെയും വിളിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ റൂമിലോട്ട് പോവുകയാണ്. ആ നേരം അവിടെ മുടിയെത്തി നിൽപ്പുണ്ട്. മുടിയെത്തിയെ കാണുന്നതോടെ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടീനെ അകത്തോട്ട് കടത്തി വിടണമെന്ന് ചോദിച്ചിട്ട്. പ്രസിഡന്റ് ഡോർ അകത്തുനിന്ന് പൂട്ടിയൊക്കെയാണ് മുടിയെത്തി കയറി വരാതിരിക്കാനായിട്ട്. പ്രസിഡന്റ് സ്റ്റാഫിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് ബഡ് വഴി. സ്റ്റാഫ് അതനുസരിച്ച് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് മുടിയെത്തിയെ നിർത്തുകയാണ്. അവിടെ ഒരു എക്സ് പോലെ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് നിർത്തുമ്പോൾ ഒരു കൂട് വന്ന് അവളുടെ മണ്ടയിൽ വീഴും. ആ കൂട്ടിനകത്ത് അങ്ങ് പെട്ടുപോവുകയാണ്. കാരണം എന്താണ്, അവള് ഭയങ്കര ശല്യമാണ്. പിന്നീട് പ്രസിഡന്റ് പള്ളിയിലച്ഛനുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. പള്ളിയിലച്ഛൻ സ്വർഗത്തിൽ വന്നപ്പം പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് സന്തോഷം അനുഭവിക്കണ്ട, ഇനി സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞാല് സന്തോഷം കിട്ടാതായ ഞാൻ വിഷമിക്കുമെന്നാണ്. അതുപോലെ പള്ളിയിലച്ഛന് സന്തോഷം ഫീലിംഗ് എന്താന്ന് അറിയത്തില്ല. അതൊക്കെ അറിയാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഹീറോയിൻ വന്നതിന് ശേഷമാണ്. ഇതെല്ലാം പ്രസിഡന്റ് പള്ളിയിലച്ഛന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇപ്പൊ ഒരുപാട് ഹാപ്പി ആണല്ലോ ഹീറോയിൻ വന്നതിന് ശേഷം എന്നുള്ള കാര്യം. ഹീറോയിൻ വന്നതിന് ശേഷമാണ് പള്ളിയിലച്ഛന് ഒരു അമ്മയുടെ സ്നേഹം എന്താന്ന് അറിയാൻ തുടങ്ങിയത്. അതാണ് പള്ളിയിലച്ഛന് പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ ഹീറോ ഭൂമിയിൽ വന്നിട്ട് അവിടെ ഒരു പട്ടിക്കുട്ടിയെ കെട്ടിയിട്ടേക്കാണ്. ആ പട്ടിക്കുട്ടിയുടെ ഓണർ മരിച്ചുപോയി, സ്വർഗത്തിൽ നിൽക്കുകയാണ്. ആ ഓണറാണ് ഈ പട്ടിക്കുട്ടിയെ കൂടെ സ്വർഗത്തിലോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. ഭൂമിയിൽ ആരും ഭക്ഷണം കൊടുക്കത്തില്ല, അതുകൊണ്ട് തന്നെ അത് പട്ടിണി കിടക്കുകയാണ്. അതുകൊണ്ട് ഹീറോ കൊണ്ടുവന്ന് ഒരു ബെൽറ്റ് അതിന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ആ ബെൽറ്റ് ഇട്ടതോടെ ആ പട്ടിക്കുട്ടി സ്വർഗത്തിലോട്ട് മാഞ്ഞു പോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്തിരിയും ബാക്കിൽ നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞ് മുന്തിരിയും ഹീറോയും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഹീറോയിന്റെ കയ്യിൽ മുന്തിരി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തറയിലുള്ള ഒരു പൂവിനെ അവൾ തൊടുന്നുണ്ട്. അവനോട് നന്ദിയും പറയുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നതല്ലേ അവൾക്ക് ഭൂമിയിലുള്ള ഒരു പൂവിനെ തൊടാൻ പറ്റുന്നുണ്ട്. അതുവഴി തന്നെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. ഹീറോ വിചാരിക്കുന്നത് അതാരാണെന്നാണ്, ആ പ്രിന്റ് ടീഷർട്ട് ഇട്ട ആളെന്നാണ്. എന്നാൽ അയാളല്ല. ഹീറോ പെട്ടെന്ന് ഞെട്ടി നിൽക്കുമ്പോൾ മുന്തിരി ഹീറോന്റെ ദേഹത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. എന്നാലും മുന്തിരി നോക്കുന്നത് അവനോടുള്ള ഒരു ക്രഷ് ഉള്ള രീതിയിലാണ്. എന്നാൽ ഹീറോ അറിയാതെ ചെയ്തതാണ്. മുന്തിരി അവനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് മുന്തിരിക്ക് ഹീറോന്റെ വാച്ച് കൊടുക്കുന്നുണ്ട്. ആ വാച്ചും പിടിച്ച് അവിടുത്തെ ഭൂമിയിലുള്ള ഒരു പൂവിനെ ഒരു മോതിരം ആക്കുന്നുണ്ട്. ആ മോതിരം അവൾ അവളുടെ കയ്യിൽ ഇടുന്നുണ്ട്. അടുത്ത മോതിരം ഉണ്ടാക്കി ഹീറോയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഹീറോനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി ഹീറോന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പള്ളിയിലച്ഛനെ ഹീറോയും വന്ന് കാണുന്നുണ്ട്. ഞാൻ കാരണം നിങ്ങൾ ഹെവൻ സപ്പോർട്ട് സെന്ററിൽ കയറി വഴക്ക് കേൾക്കേണ്ടി വന്നെന്ന് ചോദിച്ചിട്ടാണ് ഹീറോയും വന്നേക്കുന്നത്. എന്നാൽ പ്രസിഡന്റ് വഴക്കൊന്നും പറഞ്ഞില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. പള്ളിയിലച്ഛൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒരമ്മയുടെ സ്നേഹം കൊടുക്കുന്ന ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. പക്ഷെ പള്ളിയിലച്ഛന് ഇന്നലെ നടന്ന പ്രശ്നത്തിൽ ഹീറോയിനോട് ദേഷ്യമൊന്നുമില്ല. എന്നാൽ ഹീറോയിൻ വിചാരിച്ചിരിക്കുന്നത് പള്ളിയിലച്ഛന് ഹീറോയിനോട് ദേഷ്യമാണെന്നാണ്. എന്തായാലും പള്ളിയിലച്ഛനെ വെറുതെ വിടാന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ പോയതിനു ശേഷം പള്ളിയിലച്ഛൻ അടുക്കളയിൽ ചെന്ന് കഴിക്കാനുള്ള ഫുഡ് നോക്കുമ്പോൾ അത് ചൂടാക്കി വെച്ചേക്കാണ്. അത് ചൂടാക്കിയത് വേറെ ആരുമല്ല, ഹീറോയിനാണ്. പള്ളിയിലച്ഛൻ ആ ചൂട് പാത്രത്തിൽ കൈ വെച്ചിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കിട്ടുന്ന സ്നേഹം ഇനി കിട്ടാതാവോ എന്നുള്ള ഒരു പേടി പള്ളിയിലച്ഛനുണ്ട്. ആ ഒരു വിഷമത്തിൽ അവിടെ നിൽക്കുകയാണ്. രാത്രിയാകുമ്പോൾ ഹീറോയും മുന്തിരിയും വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്.
പറയുന്നുണ്ട്. അവരെ കാത്തിട്ട് ഹീറോയിൻ പുറത്ത് നിൽപ്പുണ്ട്. ഹീറോയിനോട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അവനെ അവിടുത്തെ ബെഞ്ചിൽ പിടിച്ചോണ്ടിരുത്താണ്. എന്നിട്ട് അവനോട് അമ്മ ഭൂമിയിലോട്ട് തിരിച്ചു പോകാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹീറോ ആകെ എന്താ പറയാ വിഷമിച്ചു പോയി. കാരണം ഹീറോനോട് പോലും ചോദിക്കാതെയാണ് അമ്മ ആ തീരുമാനം എടുത്തേക്കുന്നത്. അങ്ങനെ അവൻ ആ വിഷമത്തിലിരിക്കുകയാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ അവന്റെ വിഷമം മാറാനായിട്ട് ഹീറോയിൻ മറ്റൊരു ഡെസേർട്ട് ഉണ്ടല്ലോ അത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ അരി വെച്ചുണ്ടാക്കുന്ന എന്തൊരു ഡെസേർട്ട്, കഞ്ഞിവെള്ളമാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ കണ്ടാണ്. അത് കൊണ്ട് കൊടുക്കുമ്പോൾ ഹീറോ അവന്റെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് അത് കുടിച്ച് സന്തോഷിക്കുന്നുണ്ട്. ഡോപ്പമിൻ റിലീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിഷമമുള്ള സമയത്ത് ഫുഡ് കഴിച്ചാൽ മതി, വിഷമങ്ങളൊക്കെ മാറും. ഈ കുടിക്കുന്ന സാധനം കൊടുത്ത് അവന്റെ കയ്യിൽ പിടിച്ച് ഹീറോയിൻ സമാധാനപ്പെടുത്താണ്. സാരല്ല, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ നേരം മുന്തിരി സ്റ്റോർ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. കൂടെ തന്നെ മുടിയത്തിയുണ്ട്. മുടിയത്തി മുന്തിരിയെ കെട്ടിപ്പിടിച്ചേക്കാണ്. മുന്തിരിയെ കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോയിന് കൈ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അവൾക്ക് അത് കാണുമ്പോൾ എന്താ പറയാ വിഷമാവുകയാണ്. കാരണം വേറൊന്നുമല്ല, അവൾക്ക് ഹീറോനോട് ക്രഷാണ്. ഇത് കണ്ട് അവള് അകത്ത് കയറി പോവാണ്. പിറ്റേന്ന് രാവിലെ അവള് പള്ളിയിൽ പോകുന്നുണ്ട് ആ ഹുഡിയൊക്കെ ധരിച്ചിട്ട്. നമ്മൾ ആദ്യം ഒരു സീൻ കണ്ടില്ലായിരുന്നോ, ആ സീൻ തന്നെ. അവള് ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? അവള് ചെയ്തത് ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി. അതായത് ഹീറോനെ ഇഷ്ടപ്പെട്ടു പോയി. അതാണ് അവള് ചെയ്ത പാപം. അവിടെ വന്ന് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട്. ക്ഷമ ചോദിച്ച് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഹീറോയിൻ വീട്ടിൽ നിൽക്കുന്നുണ്ട്. എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങും പോയില്ല എന്ന് പറഞ്ഞ് അകത്ത് കയറി പോവാണ്. ഈ പോകുന്ന സമയത്ത് അവളുടെ പോക്കറ്റിൽ നിന്ന് മറ്റേ റിങ് താഴെ പോകുന്നുണ്ട്. ആ പൂവിന്റെ റിങ്ങില്ലേ അത് ഹീറോയിന് കിട്ടുന്നുണ്ട്. ഇത് നല്ല ഭംഗിയാന്നും പറഞ്ഞ് ഹീറോയിൻ എടുത്തു വെക്കുന്നുമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഹീറോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി വരികയാണ്. ഹീറോയിനും കൂടെ നേരെ ചെല്ലുന്നത് അമ്മേനെ കാണാനാണ്. ഇന്നാണ് അമ്മ ഭൂമിയിലോട്ട് പോകാനുള്ള ദിവസം. അമ്മയോടുള്ള ദേഷ്യവും വിഷമവും എല്ലാം ഹീറോയിൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അവര് തമ്മിൽ നല്ല കൂട്ടാവുകയാണ്. അമ്മയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മയ്ക്ക് കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റൂ. ഇനി വരുന്ന ജനറേഷനിലെങ്കിലും അത് മാറ്റം വരുമായിരിക്കും. അങ്ങനെ ഭൂമിയിലോട്ട് പുതിയതായിട്ട് ജനിക്കാൻ പോകുന്ന എല്ലാവർക്കും പ്രസിഡന്റ് ഓറിയന്റേഷൻ കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ടോണ്ട് അമ്മയെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഹെവൻ എന്ന് പറയുമ്പം അങ്ങ് അൺലിമിറ്റഡ് ആയിട്ട് ജീവിക്കാനുള്ള സ്ഥലമല്ല. ജസ്റ്റ് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് അടുത്ത ജന്മത്തിലോട്ട് പോകാനുള്ള ഒരു സ്ഥലം മാത്രമാണ്. ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂ ആണ്. ഏത് സ്ഥലത്ത് പോകണം, എങ്ങനെ ജനിക്കണം, എത്ര പൈസ കൂടെ ജനിക്കണം, അതൊക്കെയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അവിടെ അമ്മ ചെല്ലുമ്പോൾ ഹീറോയിനെ വരണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ ഒറ്റയ്ക്ക് കയറി ചെല്ലുകയാണ്. എന്തോ പ്രശ്നമുണ്ട്. അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ആ ഫോം കൊടുക്കുകയാണ്. ഫില്ല് ചെയ്യാൻ പറഞ്ഞ ഫോം കൊടുക്കുകയാണ്. അത് കൊടുത്തതോടെ സ്റ്റാഫിനൊക്കെ എന്തോ പോലെ അവർക്കൊക്കെ ഡൗട്ട് അടിക്കുകയാണ്, ഇവരെന്താണ് ഇങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുത്തതെന്ന്. ഇത് കാണുന്ന ഹീറോയും അവിടെ ചെന്ന് നോക്കുമ്പം എന്തോ ഒരു ജീവിതം നമ്മളത് കാണിക്കുന്നില്ല, പക്ഷേ മോശപ്പെട്ടൊരു ജീവിതമാണ്. മീൻസ് കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതമാണ്. ഇത് കാണുന്ന ഹീറോ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ പോണ്ടാന്ന്. അവിടെ ചെറിയൊരു പ്രശ്നം തന്നെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവിതം തെരഞ്ഞെടുക്കണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം നടക്കുന്നുണ്ട്. അങ്ങോട്ടാണ് പ്രസിഡന്റ് കയറി വരുന്നത്. പ്രസിഡന്റ് അവരെല്ലാരെയും വിളിച്ചുകൊണ്ടിരുത്തി ഒരു റൂമിലിരുത്തി സംസാരിക്കുകയാണ്. എന്നാൽ അവരവർക്ക് തീരുമാനിക്കാൻ പറ്റും അവരവർ ഏത് ജീവിതം തെരഞ്ഞെടുക്കണമെന്ന്. അതിൽ മക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും തീരുമാനം വെക്കാൻ പറ്റത്തില്ല. അവരവരുടെ ഇഷ്ടമാണ്, ഒരു വ്യക്തി തീരുമാനിക്കുന്നതാണ്. പിന്നെ അമ്മ ഈ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം അമ്മ ഹീറോയിനോട് ചില തെറ്റുകൾ ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ്. അതിന് പാപമോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പ്രസിഡന്റ് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യാണ്. ഈ ജീവിതം തന്നെ തിരഞ്ഞെടുക്കാന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് അവസാനമായിട്ട് ഇവര് 3 പേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ നേരം അമ്മായിയമ്മ ഹീറോയിന് മീൻ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇവരുടെ ഫാമിലിയിൽ പെൺകുട്ടികൾക്ക് കുറച്ച് മീനേ കൊടുക്കാറുള്ളൂ. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലും അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അടുത്തത് ജനിക്കാൻ പോവാണ്. ഈ ജനിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവരുടെ കഴിഞ്ഞ ജന്മങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയും അമ്മയായിട്ട് ഒരു ടീച്ചർ മോൻ ബന്ധം ഉണ്ടായിരുന്നു ഒരു ജന്മത്തിൽ. അതുപോലെ തന്നെ ഈ അമ്മായിയമ്മയുടെ അമ്മായിയമ്മയായിട്ട് ഹീറോയിൻ വന്നിട്ടുണ്ട്. അപ്പം ഹീറോയിൻ ഈ സ്ത്രീയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. സ്വന്തം വയറ്റിൽ കുത്തിക്കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറോയിൻ ഈ സ്ത്രീയോട് അമ്മായിയമ്മയോട് ഹീറോയിൻ അമ്മായിയമ്മയായിട്ടുള്ള സമയത്ത് സ്വന്തം വയറ്റിൽ കുത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് കുത്തി മരിക്കുന്ന കാര്യമൊക്കെ ആ സ്ക്രീനിൽ കാണിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിച്ച് അവസാനമായിട്ട് യാത്ര പറഞ്ഞു വിടുകയാണ് ആ പോർട്ടൽ വഴി ഭൂമിയിലോട്ട്. ഇനി ആരുടെങ്കിലും വയറ്റിൽ പോയി ജനിക്കും. പിന്നീട് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അത് മനസ്സിലാക്കിയ ഹീറോയിൻ അവനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താണ്. സാരയില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടും. പിന്നെ അമ്മ തിരഞ്ഞെടുത്തൊരു ജീവിതമാണ്, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മ ഭൂമിയിൽ പോയിട്ട് പിന്നെ മരിച്ചിട്ട് തിരിച്ചു വന്നാൽ ഹീറോനെ ഓർമ്മ കാണത്തില്ല. പിന്നെ ഹീറോയ്ക്ക് അമ്മ എവിടാണോ ജനിക്കുന്നത് ഇവൻ പോസ്റ്റ്മാൻ ആയതുകൊണ്ട് തന്നെ അമ്മേനെ പോയി കാണാൻ പറ്റും, പക്ഷെ അമ്മയ്ക്ക് ഓർമ്മ കാണത്തില്ല. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഹീറോയിന്റെ ഡ്രസ്സ് കഴുകാൻ എടുക്കാണ്. പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ, അത് നശിച്ചു പോകുമെന്ന് വിചാരിച്ച് കൈയിട്ട് നോക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, ആ പൂവിന്റെ റിങ്ങാണ്. എന്നാൽ ഹീറോയിന് മനസ്സിലായില്ല അതെങ്ങനെ കിട്ടി എന്നുള്ള കാര്യം. പക്ഷെ രണ്ടുപേരുടെ കയ്യിലും ആ റിങ് ഉണ്ട്. ആരുടെയൊക്കെ കയ്യിലാണ്? മുന്തിരിയുടെ കയ്യിലും ഹീറോന്റെ കയ്യിലും. പക്ഷേ ഹീറോയിൻ പാവം ഒരു സ്ത്രീ ആയതുകൊണ്ട് ഡൗട്ട് വന്നില്ല. ഇത് കഴിഞ്ഞ് ഭൂമിയിൽ ഹീറോ അതുവഴി നടന്നു പോകുമ്പോൾ മറ്റേ കഴുത്തിന് ഞെരിച്ചു പിടിച്ച ഒരാളുണ്ടല്ലേ, അയാൾ ഓപ്പോസിറ്റ് നടന്നു വന്ന് ഹീറോനോട് നന്ദി പറയുന്നുണ്ട്. ഹീറോ അപ്പൊ അവിടെ വന്നില്ലായിരുന്നു
ആയിരുന്നെങ്കിൽ അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നിട്ട് പഴയ കാര്യങ്ങൾ പറയാണ്. ഇയാൾ വലിയൊരു ഡിറ്റക്റ്റീവ് ആയിരുന്നു, എന്നിട്ട് പേരും പറയുന്നുണ്ട്. ഇയാളെല്ലാരും വിളിച്ച് പറയുന്നത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്നാണ്. അത്രയും വലിയ ഡിറ്റക്റ്റീവ് ആയിരുന്നു. ഹീറോനോട് പേര് പറയുമ്പോൾ ഹീറോ വിറച്ചു പോവാണ്. കാരണം എന്താണ്, എന്തൊക്കെയോ ഉണ്ട്. കാരണം എന്താന്ന് ഇപ്പൊ അറിയത്തില്ല, അടുത്ത എപ്പിസോഡിൽ അറിയാവും. പിന്നെ ചില ഫ്ലാഷ് ബാക്ക് ഒക്കെ അവന്റെ മനസ്സിലൂടെ ഓടി പോകുന്നുണ്ട്, ഈ ഡിറ്റക്റ്റീവിന്റെ ചെറുപ്പകാലം. അതുപോലെ തന്നെ ഇതെല്ലാം കേട്ടോണ്ട് മുന്തിരി ബാക്കിൽ നിൽപ്പുണ്ട്. രൂക്ഷമായിട്ട് തന്നെ ഇയാളെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് 8ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.